നായകന്റെ ഏറ്റവും വലിയ പേടിയെയും സിനിമയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റിനെയും ബ്ലെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോർ ഐഡിയ എഡിറ്റർ നൗഫൽ അബ്ദുള്ള ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയായിട്ടുള്ള നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയ്ക്കുണ്ട്. ഒരു ഹൊറർ കോമഡി എന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല ഭാഗങ്ങളും വർക്കാകുന്നുണ്ട്. വളരെ ചെറിയ റൺ ടൈമും ഒക്കേഷണൽ ആയിട്ട് വരുന്ന കോമഡികളും സിനിമയെ കണ്ടിരിക്കാവുന്ന ഒരു സ്പേസിൽ നിലനിർത്തുന്നുണ്ട്. അതേസമയം സാമാന്യം ഊഹിക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന തിരക്കഥ എഴുത്തിന്റെ ഭാഗത്ത് സിനിമയെ ശരാശരിയാക്കുന്നുണ്ട്. ഫിക്ഷണൽ ആയിട്ടുള്ള നെല്ലിക്കാമ്പൊയിൽ എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. നമ്മുടെ നായകൻ ശ്യാം മംഗലാപുരത്ത് കോളേജ് പഠിത്തം കഴിഞ്ഞ് നാട്ടിലിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ശ്യാമിനൊരു കുഴപ്പമുണ്ട്. ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം കാരണം ഇരുട്ടിനെ പുള്ളിക്ക് പേടിയാണ്. രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നതും ആൾക്ക് പേടിയാണ്. അങ്ങനെയിരിക്കെ ആ നാട്ടിൽ കുതിരയുടെ കാലുള്ള ഒരു അജ്ഞാത മനുഷ്യന്റെ ആക്രമണം പലർക്കും നേരിടേണ്ടി വരുന്നു. ഈ ഒരു കുതിരക്കാലുള്ള ആള് വന്നത് ശ്യാമിന്റെ പ്രണയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്യാമും കൂട്ടുകാരും ശ്രമിക്കുന്നതുമാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇതിനു മുന്നേ പ്രണയവിലാസം എന്ന സിനിമ എഴുതിയിട്ടുള്ള സോനു എവിയും ജ്യോതിഷ് എമ്മുമാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നായകന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സിനെ സിനിമയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റിൽ പ്ലേസ് ചെയ്യുന്ന രീതി സാമാന്യം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിലുള്ള ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ കഥയുമായി ചേർന്ന് പോകുന്ന രീതിയിൽ ആ ഒരു ആശയത്തിന്റെ ചുറ്റും ബാക്കി ലെയറുകളും സബ് പ്ലോട്ടുകളും സൃഷ്ടിക്കുക എന്നതാണ്. ആ ഒരു ഭാഗത്താണ് സിനിമ അല്പസ്വല്പം പാളുന്നത്. ശ്യാമിന്റെ പ്രണയം സിനിമയിൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കാരണം അതാണ് അയാളെ ചില കാര്യങ്ങൾ ചെയ്യാൻ പുഷ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രണയത്തെ അട്രാക്റ്റീവായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിലെ ശ്യാമിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇമോഷണൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും നേരം ഇവരുടെ കോമഡി പരിപാടികൾ മാത്രം കാണിച്ചിട്ട് പെട്ടെന്ന് സീരിയസ് ടോണിലേക്ക് പോകുമ്പോൾ ആ ഒരു ഷിഫ്റ്റ് അത്ര സുഖകരമായിരുന്നില്ല. കേന്ദ്ര കഥാപാത്രങ്ങളെ മാത്യു ഇതിനു മുന്നേ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ കുറച്ചുകൂടെ ഒരു ഹീറോ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആദ്യത്തെ സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയാം. കാരണം ഇതിൽ കോമഡിയും റൊമാൻസും പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് വരെ മാത്യു ചെയ്യുന്നുണ്ട്. കഥാപാത്രം ടെൻഷൻ ആകുമ്പോഴുള്ള ഭാഗങ്ങൾ മറ്റ് സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ കൺവിക്ഷനോട് കൂടി ചെയ്യാൻ മാത്യുവിന് പറ്റുന്നുണ്ട്. പെർഫോമൻസ് കുറച്ചുകൂടെ ലൗഡ് ആകുന്ന ഏരിയകളിലാണ് മാത്യുവിന് പാളുന്നത്. ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ ആളാകാനും ഉള്ളിലെ പേടി ഒളിപ്പിക്കാനും ഒക്കെ നോക്കുമ്പോൾ നടക്കുന്ന ആ ഒരു സ്വിച്ചിങ് പരിപാടി അത്രയ്ക്ക് സ്മൂത്ത് അല്ല. മാത്യുവിന്റെ കൂടെ ഏറെക്കുറെ എല്ലാ ഫ്രെയിമിലുമുള്ള ശരത് സഭയും റോഷൻ ഷാനവാസും ഈ ഒരു സ്വിച്ചിങ് വളരെ അനായാസം ചെയ്യുന്നതുകൊണ്ട് മാത്യുവിന്റെ പെർഫോമൻസിലെ ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ സാധിക്കും. വാഴയിലൂടെ എല്ലാവർക്കും പരിചിതയായ മീനാക്ഷി ഉണ്ണികൃഷ്ണനാണ് ഇതിലെ ഫീമെയിൽ ലീഡായിട്ട് വന്നിട്ടുള്ളത്. വളരെ നിഷ്കളങ്കയായ കാമുകിയെ അവതരിപ്പിക്കുക എന്നതല്ലാതെ അത്ര ചാലഞ്ചിങ് ആയ കഥാപാത്രമായിട്ട് അത് തോന്നിയില്ല. മെറിൻ ഫിലിപ്പിന് ചെറുതെങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. മെറിന്റെ പെർഫോമൻസും വിഷ്വൽസും മേക്കപ്പും സൗണ്ടും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തീർത്തും ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ ഏത് വർഷത്തിലാണ് കഥ നടക്കുന്നത് എന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും മൊബൈൽ ഫോണുകൾ വരുന്നതിന് മുന്നേ ഉള്ളൊരു സമയത്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ഓട്ടോറിക്ഷ സ്വല്പം പുതിയ മോഡലാണ്. പടത്തിലെ ഭാഷ നോക്കിയാൽ അമ്മയും മകനും പോലും 2 ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ആക്സന്റിലും സംസാരിക്കുന്ന ആളുകളുള്ള ഒരു ഫിക്ഷണൽ വില്ലേജ് ആണ് ഇതിലെ നെല്ലിക്കാമ്പൊയിൽ. ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ് ഏറെക്കുറെ മനഃപൂർവ്വം തന്നെയാണ്. കാരണം CCTVയും മൊബൈൽ ഫോണുകളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കഥ ലോജിക്കലി ഹോൾഡ് ചെയ്യില്ല. ഇതിലെ നായകന്റെയും നാട്ടുകാരുടെയും പേടിയിലേക്ക് മാത്രം പ്രേക്ഷകന്റെ ശ്രദ്ധ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് സിനിമയ്ക്ക് അത്യാവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് തോന്നിയത് ഇതിലെ വില്ലൻ കഥാപാത്രത്തിന്റെ ക്യാരക്ടറൈസേഷനാണ്. അയാളുടെ ഐഡന്റിറ്റിയിലേക്കും ഉദ്ദേശത്തിലേക്കും ഒക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. എന്നാൽ ആ കഥാപാത്രത്തെ ഏതാണ്ട് ഒരു പ്രാങ്സ്റ്ററിനെ പോലെയേ തിരക്കഥ പരിഗണിക്കുന്നുള്ളൂ. പാട്ടുകളെല്ലാം സാമാന്യം മികച്ചവ തന്നെയാണ്. എന്നിരുന്നാലും പ്രേക്ഷകരിൽ അത് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ പടത്തിൽ പാട്ടുകളെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നി. ഹൊറർ കോമഡി ട്രാക്കുകൾ സാമാന്യം ഉള്ളതുകൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു മിക്സ്ഡ് ബാഗ് എന്റർടൈനറാണ് ആകമൊത്തത്തിൽ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഇതിൽ നായകനും ഫ്രണ്ട്സും നേരിടുന്ന പ്രശ്നങ്ങൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിരുന്നെങ്കിൽ, ആ ഒരു മിസ്റ്ററി കഥാപാത്രം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എഴുതപ്പെട്ടിരുന്നെങ്കിൽ പടം ഒന്നുകൂടെ മെച്ചപ്പെടുമായിരുന്നു. ഭയത്തെ മുഖത്തോട് മുഖം നേരിടുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അവർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു രീതി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ അല്പം കൂടെ ലെയേർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയേനെ എന്ന് തോന്നി. 2018 ഇറങ്ങിയ ഇന്നൊരു യൂണിവേഴ്സിന് കാരണമായ സ്ത്രീ ഹിന്ദിയിൽ ചെയ്തത് അതുപോലെ ഒരു കാര്യമാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്